സുന്ദരി വരിക നീ എൻ സുന്ദരി മിഴികളിൽ മതിമോഹിനി സഖിയാരു നീ ആരു നീ എന്നോർമ്മയിൽ സുന്ദരി ഈ ഭൂമിയിൽ സുന്ദരി എന്നോർമ്മയിൽ സുന്ദരി ഈ ഭൂമിയിൽ സുന്ദരി പുതുമയേകും സുന്ദരി വരിക നീ എൻ സുന്ദരി എന്നോർമ്മയിൽ സുന്ദരി ഈ ഭൂമിയിൽ സുന്ദരി. പുളിമൂട് സുന്ദരി സിൽക്സ്, തിരുവനന്തപുരം. സൂചിക മേൽപോട്ട് വരണമെങ്കിൽ തലയും കുത്തി നിന്ന് വായിച്ചാൽ മതി. ആരെങ്കിലും പറയുന്നത് കേട്ട് കണ്ടെടുത്തെല്ലാം കൊണ്ട് പൈസ ഇട്ടാ ഇങ്ങനെ ഇരിക്കും. ഇരട്ടിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് കുറെ കാശ് എങ്ങാണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് കിട്ടിയില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കുറച്ച് സ്വർണം വാങ്ങിച്ചിരുന്നെങ്കിൽ മിച്ചം അതെങ്കിലും ഉണ്ടായേനെ. അതെങ്ങനെയാ, വലിയ ബുദ്ധിമാനാണെന്നാ വിചാരം. എത്ര കാലമായി വാടക വീട്ടിൽ കഴിയുന്നു. ഒരു വീട് സ്വന്തമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? മോളുടെ കാര്യം ഓർക്കുമ്പോഴാ. നമ്മള് സാധാരണക്കാരാ, എന്തെങ്കിലും ഒരു സമ്പാദ്യം. എന്തിനായി ടെൻഷൻ? നമുക്ക് പറ്റൊരു വഴികാട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. മലയാള മനോരമ സമ്പാദ്യം, നിക്ഷേപകരുടെ വഴികാട്ടി. പയ്യന്റെ വീട്ടിൽ നിന്ന് അവരെല്ലാം വരുന്നതിന് മുമ്പ് ഈ ഷീറ്റ് വിറ്റിട്ട് ഞാൻ വരാം. ഒന്നും കുറയ്ക്കണ്ട, എല്ലാം ഗംഭീരമായിരിക്കണം. ഊണ് ഗംഭീരമാക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ശ്രദ്ധയുമില്ലെന്നല്ലേ നിന്റെ പരാതി? റബ്ബറിന്റെ വില കൂടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇക്കാര്യം കർഷകശ്രീ പറഞ്ഞു തന്നല്ലേ? കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും. What is the significance of the year 1969? Ma'am, in 1969, man took first steps on moon. Pele scored his thousand call. Also in 1969, Vishwanathan Anand was born and Concorde made his maiden flight. Which one are you referring to, ma'am? മോള് വീട്ടിലെങ്ങനെയാ? ഇപ്പോഴത്തെ പിള്ളേരുടെ ഷൂസും കൊട്ടും എത്ര കല്ലും മുള്ളും ചോട്ടിട്ടാ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൂപ്പന്റെ സ്കൂളിൽ നിന്ന് ശബരിമലയിലാ? ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞതാ. ബുദ്ധികൂർമ്മതയ്ക്കും ഓർമ്മശക്തിക്കും പച്ചബ്രഹ്മിയാദ്യമായി ജാം രൂപത്തിൽ പ്രകൃതിദത്തമായ 7 ആയുർവേദ ചേരുവകൾ ചേർന്നത് ഭരദ്വാജ് ബ്രഹ്മി ജാം. ഭരദ്വാജ് ബ്രഹ്മി ജാം, ഏറ്റവും സ്വാദിഷ്ടം. കണ്ണുകൾ തുറക്കൂ. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഇരട്ടി സേവനം ഉറപ്പുവരുത്തുന്ന സമ്പൂർണ്ണ ഐ ഹോസ്പിറ്റലും ഒപ്റ്റിക്കൽസും വർക്കലയിൽ. ഐറിസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഒപ്റ്റീഷ്യൻസ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, വർക്കല. അതിവിദഗ്ധ നേത്ര പരിശോധനയും ചികിത്സകളും, പ്രശസ്ത നേത്രരോഗ വിദഗ്ധരുടെ സേവനം, ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും ആധുനിക നയനോപകരണങ്ങളുടെയും അതിവിപുല ശേഖരം. ഉദ്ഘാടനം ഓഗസ്റ്റ് 18 രാവിലെ 10:30. അവിശ്വസനീയമായ ഓഫറുകൾ, സമ്മാനങ്ങൾ, ഡിസ്കൗണ്ടുകൾ. ഐറിസ്, നിങ്ങളുടെ കണ്ണുകളുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്ത്. കോയമ്പത്തൂർ പോകാനായിരുന്നു ആദ്യം പ്ലാൻ. പക്ഷേ എന്റെ ഫ്രണ്ടിന്റെ കല്യാണ സാരി കണ്ടപ്പോഴാണ് കല്യാൺ സിൽക്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കല്യാൺ സിൽക്സിലെ വെഡ്ഡിംഗ് സാരി സെക്ഷൻ ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സ്വന്തമായി തറികൾ ഉള്ളത് കൊണ്ടാവാം ഇത്രയും പുതിയ ഡിസൈനുകൾ ഉള്ളത്. പിന്നെ നമുക്ക് മലയാളികൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അത് കോയമ്പത്തൂർ കിട്ടില്ല. അവരുടെ ടേസ്റ്റ് തന്നെ വേറെയല്ലേ. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നതും കല്യാൺ സിൽക്സ് ആണ്. കല്യാൺ സിൽക്സ്, RS റോഡ്, പാലക്കാട്. പ്രായഭേദമന്യേ ഇനി സ്ത്രീകൾക്കും ഗൾഫ് ഗേറ്റിന്റെ സേവനം ലഭ്യമാണ്. സുന്ദരിമാരായി ഇനി നിങ്ങൾക്കും വിലസാം. ഗൾഫ് ഗേറ്റ് ഹെയർ ഫിക്സിംഗിന്റെ നൂതന ടെക്നോളജി. ഐശ്വര്യമുഹൂർത്തങ്ങൾക്ക് ഐശ്വര്യമേകാൻ വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മായാജാലവുമായി ഐശ്വര്യ ടെക്സ്റ്റൈൽസ്. ഐശ്വര്യയിൽ വരും, കൈനിറയെ ഐശ്വര്യങ്ങളുമായി മടങ്ങും. ഐശ്വര്യ ടെക്സ്റ്റൈൽസ്, ട്രക്കർ സ്റ്റാൻഡിന് സമീപം, നെയ്യാറ്റിൻകര റോഡ്, കാട്ടാക്കട.
എവിടായിരുന്നു? നിന്നെ കാണാൻ ഒരു ചെക്കൻ വരുന്നുണ്ട്. മോൾ ചെല്ല്. ഇതെങ്കിലും ഒന്ന് ഉടുക്ക്. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായി വേണം, പത്തരമാറ്റവൾക്ക് ഗാന്ധി മതം സ്വർണം ചാർത്തിടേണം, ഈ മതം സ്വർണം ചാർത്തിടേണം. ഗാന്ധി മതം സ്വർണം ചാർത്തിടേണം. 85 വർഷത്തെ പഴക്കണ്ടതിന് എന്റെ അമ്മ വാങ്ങിയതാ ഭീമേന്ന്. 85 വർഷത്തെ പരിശുദ്ധ സ്വർണ്ണ പാരമ്പര്യം. നീ എളുപ്പം എനിക്കെന്തിനാ കണ്ണാടി? നീ പറ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഭീമ ഗോൾഡ്, പ്യോർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ലോകം കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു എയർ ഹോസ്റ്റസ് ആകാനായിരുന്നു എനിക്ക് മോഹം. പക്ഷേ എന്റെ ക്വാളിഫിക്കേഷൻ, ഹൈറ്റ്, ഫിഗർ എല്ലാം എനിക്കുണ്ടായിട്ടും ഇന്റർവ്യൂവിൽ ഞാൻ റിജക്ട് ആയിക്കൊണ്ടിരുന്നു. പല കമ്പനികളിലും എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടും എന്റെ ഈ മങ്ങിയതും വരണ്ടതുമായ ചർമ്മം എല്ലായിടത്തും ഒരു പ്രശ്നം തന്നെയായിരുന്നു. ആ ഇടയ്ക്കാണ് ഞാൻ കാന്തി ഫെയർനെസ് ക്രീം ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നെ എനിക്ക് തിരിച്ചു കിട്ടി തിളക്കമാർന്ന മൃദുത്വമുള്ള മുഖകാന്തി. ഇന്ന് എനിക്ക് എന്റെ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞു. ലോകം ചുറ്റുന്ന ഒരു എയർ ഹോസ്റ്റസ് ആകാൻ എനിക്ക് സാധിച്ചു. ഇന്ന് ഞാൻ പറക്കുന്ന വിദേശ രാജ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ അതിശയിച്ചു പോകും. കാന്തി ഫെയർനെസ് ക്രീം നിങ്ങളും ഉപയോഗിച്ചു നോക്കൂ. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കും. ഇന്ന് ലക്ഷം രൂപ സാലറി വാങ്ങുന്ന എന്നെ പോലെ ആകാൻ നിങ്ങൾക്കും കഴിയും.